RSSനെതിരെ മുട്ടുകുത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ ഇങ്ങനെ ഓരോരുത്തരായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോ RSSന് മുമ്പിൽ RSSന് മുമ്പിൽ അതായത് മുന്നേ RSSനെതിരെ നിലപാടും ഇപ്പോഴത്തെ നിലപാടിലൊക്കെ ചെറിയ ചെറിയ മയപ്പെടുത്തലുകൾ എവിടേക്കോ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ കണ്ട് പറയുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. കാരണം പൊതുവെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരും കണക്കാണെന്ന് പറയാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കാര്യം നമുക്ക് പറയാനുള്ളൂട്ടെ. പക്ഷെ പൊതുവെ കുറെ കാലങ്ങളായിട്ട് ഞാൻ പേഴ്സണലി കേട്ടിരിക്കുന്ന കാര്യങ്ങൾ അടക്കം ഉള്ള സംഭവം അത് ചർച്ചകൾ നടക്കുമ്പോട്ടോ, നമ്മളൊരു പക്ഷം ചേർന്ന് സംസാരിച്ചതല്ല. പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാർ പറയും നിങ്ങൾ ഫുള്ള് RSSകാരാണ്. ആരോട്? CPM-മാരോട്. CPM-മാര് തിരിച്ച് കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ഫുള്ള് RSSകാരാണെന്ന്. ഇത് പലതരത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒഴുകാണ് കോൺഗ്രസ് അല്ലെ. നമ്മൾ കുറച്ചായിട്ട് അത് കണ്ടു. ഒഴുക എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ, വലിയ നേതാക്കളുടെ മക്കളടക്കം, പത്മജ അടക്കം പോയിട്ടുണ്ട്. പ്ലസ് അതല്ലാണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ RSSലേക്ക് പോയില്ല. മാത്രമല്ല ഇലക്ഷൻ വരുന്നതിന്റെ സമയത്ത് നമ്മൾ പറയും ചെയ്തു, ഇവര് നിന്ന സ്ഥാനാർത്ഥികൾ തന്നെ ഇപ്പൊ നാളെ ഇനി അറിയോ എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. ഇവര് ആളുകളെ കൂട്ടിടേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പൊ നേരെ തിരിച്ച് ഞാൻ CPM അധികം ആൾക്കാർ പോയി കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ ഒരാൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ അടച്ച് ഒരു പഠനം പറയാൻ കഴിയില്ല. വ്യക്തികൾ പറയുന്നു. ഇവിടെ എന്താ വെച്ചാല് PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമുണ്ട്. ADGP അജിത് കുമാർ RSSന്റെ നേതാവിനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രസ്താവന വന്നു. അതിനു മുമ്പ് ഇതിന് കാരണങ്ങളായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ശംസീറിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പൊ അതിനെതിരെ നമ്മുടെ സ്പീക്കർ എന്നതിലുപരി CPM-ന്റെ ഒരു അനിഷേധനായിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു നേതാവാണ്. തലശ്ശേരിയുടെ MLA ആണ്. DYFയിലൂടെ ഒക്കെ വന്നിട്ടുള്ള ഒരു നേതാവാണ്. മൂപ്പരിൽ നിന്നും ഒരു CPM-കാരനോ DYFകാരനോ പ്രതീക്ഷിക്കാത്ത ഒരു പ്രസ്താവനയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അയാൾ എന്താണ് പറയണത് എന്നുള്ളത്, എത്ര സൗമ്യമായിട്ടാണ് ഈ ഒരു വിഷയത്തെ അയാൾ നേരിടുന്നത് എന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതൊന്ന് കേട്ടു നോക്കാം ആദ്യം. ഗൗരവമായിക്കാണ്ട് RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എനിക്ക് തോന്നുന്നില്ല. പിന്നെ എപ്പോഴും അതായത് RSSുമായി ഒരു ചർച്ച നടത്തിയതിൽ അപാകതയായിട്ട് കാണണ്ട. RSS ഒരു ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്നാണ് മൂപ്പര് പറയുന്നത്. RSS നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് ശരിക്കും ഇന്ത്യയിൽ. തീർച്ചയായിട്ടും. അപ്പൊ ആ നിരോധിക്കപ്പെടുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനത്തിന്റെ എന്താ പറയാ ചുമതലയുള്ള എന്താണ് മറ്റേ സമാധാനത്തിന്റെ എന്താ പറയാ ചുമതല ഉണ്ടല്ലോ ചുമതലയുള്ള ക്രമസമാധാനത്തിന് ചുമതലയുള്ള ആള് കണ്ടതില് മൂപ്പർക്ക് ഒരു പ്രശ്നമല്ല. അത് RSS ഇവിടെ എന്ത് ക്രമസമാധാനമാണ് കൊണ്ടുവരുന്നതാണ്. ക്രമസമാധാനം ഇല്ലാത്തതിന്റെ പ്രധാന കാരണത്തിലുള്ള ടീമാണ് RSS. അതും ഇവിടെ സംസാരിച്ചുള്ള ശംസീർ എന്ന് പറയുമ്പോൾ CPM-കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. എല്ലാ കാലത്തും ഈ RSSനെതിരെ നിന്നിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല RSSന്റെ പ്രധാന ശത്രുക്കളിൽ ഒരാൾ എന്നറിയപ്പെടുന്ന ടീമാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ സംഭവം തലശ്ശേരിയില് RSS BJP-യുടെ പത്രിക മറ്റേ പ്രശ്നമായിട്ട് അത് തള്ളിയല്ലോ. ആ സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശംസീർ ഒരു കാരണവശാലും ജയിക്കരുത്. അപ്പൊ അത്രയും അവർക്ക് വിരോധമുള്ള ഒരാളാണ്. എന്നിട്ട് പോലും അതൊരു അതിന്റെ ഒരു സീരിയസ്നെസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ വെച്ചാൽ ഇതിൽ പാർട്ടി പരിശോധിക്കുന്ന വേണം. പാർട്ടി പരിശോധിക്കണം. അതെ, കാരണം ഒരിക്കലും ഇദ്ദേഹം പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം സമീപിക്കാൻ പാടില്ലാത്തൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾ ഇങ്ങനെ RSSനെ സപ്പോർട്ട് ചെയ്ത് അതിലൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. എന്ത് സിമ്പിൾ ആയിട്ട് പറയുന്നത് അല്ലേ? അതൊന്നുമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോ അതിൽ ഇയാൾക്കും കള്ളത്തരുണ്ട് സ്വാഭാവികമായിട്ടും സംശയിക്കൂലേ? എന്താ അത് പറയാൻ പറ്റില്ല, സ്വാഭാവികമാണ്. CPIയുടെ നിലപാട് വന്നിട്ടുണ്ട്. വിനോദ് വിശ്വം പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷെ CPM-ന്റെ ഭാഗത്ത് പല നേതാക്കളും ഇപ്പോഴും അതിനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല. വ്യക്തമായിട്ട് ഒരു പാർട്ടിക്കുള്ളിൽ ചർച്ച നടത്തി വ്യക്തമായിട്ടുള്ള തീരുമാനത്തിന് വ്യക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് കോൺഗ്രസുകാരുടെ രാഷ്ട്രീയം കൂടി പറയാം. ED സതീശൻ ഇപ്പൊ കുറെ ഇടക്കിടക്ക് RSSനെതിരെ വിമർശിക്കുന്നുണ്ട്. CPM-ന്റെ മുകളിൽ RSSുമായുള്ള ബന്ധം ചുമത്തുന്നൊക്കെ ഉണ്ട്. അപ്പം ED സതീശന്റെ ചരിത്രത്തെ കുറിച്ച് മുൻ കേന്ദ്രമന്ത്രിയും BJP-യുടെ അനിഷേധനായുള്ള നേതാവുമായിട്ടുള്ള V മുരളീധരൻ പറയുന്നതും കൂടി നമുക്ക് ജസ്റ്റ് കേൾക്കാം. അയാൾ തെളിവ് വെച്ചിട്ടും നമ്മളെ മുമ്പിലുള്ള
നമ്മൾ തെളിയിക്കപ്പെട്ടുള്ളതും അത് പ്രൂഫ് വെച്ചിട്ടാണ് അയാൾ പറയുന്നത്. വെറുതെ പറയുന്ന കാര്യമല്ല, നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് അയാൾ പറയുന്നത്. ബി.ഡി. സതീശന്റെ സംഘപരിവാർ ബന്ധത്തിന് ഇതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ഇനി കിട്ടാനില്ല എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വീഡിയോ ഉണ്ടോ? എന്തായാലും നമുക്കൊന്ന് കേട്ടോക്കാം. സതീശൻ എന്ന് മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006 പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന വി.ഡി. സതീശൻ തന്നെയല്ലേ ഈ വി.ഡി. സതീശൻ? അതിന് വേറൊരു മാത്രമല്ല 2013 ഇതേ തൃശ്ശൂരിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തതും ഇതേ വി.ഡി. സതീശനല്ലേ? അപ്പൊ ഈ ചിത്രങ്ങളൊക്കെ പൊതുമധ്യത്തിലുണ്ട്. അന്നൊന്നും RSSനെ കുറിച്ച് സതീശൻ അയിത്തം ഇല്ലായിരുന്നല്ലോ. അപ്പൊ പുതിയ അയിത്തം എന്നു മുതൽ തുടങ്ങിയതാണെന്ന് എനിക്കറിയില്ല. ഇതാണ് സതീശന്റെ അവസ്ഥ. വളരെ വ്യക്തമായിട്ട് സംസാരിക്കണേ. ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞു, സതീശൻ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയും? ഫോട്ടോ ഉണ്ട്, ഫോട്ടോ എടുക്കണ പറയണത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയാണ് ഇവിടെ പ്രധാനപ്പെട്ട നേതാവ് വരണ്ടേ, കെ സുധാകരൻ. KPCCയുടെ പ്രസിഡന്റ് ആണ്. നമ്മളെ ചാണ്ടി ഉമ്മനെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരുടെ ഒരു ടീം, അതായത് സർക്കാരിന് വേണ്ടിയിട്ട് ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ട്. അതില് ഒരു എന്താ പറയാ, ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ വർഗീയപരമായി രാജ്യത്തിനെ കീറി മുറിക്കുന്ന ഒരു സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ഒരു അവസരം ഒഴിവാക്കി വേണ്ടെന്ന് പറഞ്ഞു പോരലാണ് അവിടെ ശരിയായ രാഷ്ട്രീയം. അത് ചാണ്ടി ഉമ്മൻ അത് അതിനെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇനി എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ഇനി അതിനെപ്പറ്റി നമ്മുടെ നേതാവ് പറഞ്ഞതൊന്നും, അത് നാഷണൽ ഹൈവേ അതോറിറ്റി പാനലിലാണ് ഇപ്പോ സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് അല്ലെ? മാത്രമല്ല 24 വന്ന ന്യൂസ് ആണ്. മാത്രമല്ല കുറെ ന്യൂസിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ചാണ്ടിയുമ്മനൊക്കെ ഭയങ്കരമായിട്ട് ഡയലോഗ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്, വ്യക്തമായിട്ടുള്ള നിലപാട് എടുക്കുന്ന ആളാണ്. അപ്പൊ പുള്ളിക്കാരനൊക്കെ എന്തായാലും പറയണം, ഇത് വേണ്ട, നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഇതെനിക്ക് ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടെടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ മാത്രമല്ല ഈ വാർത്തക്ക് താഴെ വന്നിട്ടുണ്ട്. കാരണം ഈ വാർത്തയുടെ താഴെ വന്നിട്ടുണ്ട്, അതായത് A.K. ആന്റണിയുടെ മകൻ ആദ്യം പോയി, K. കരുണാകരന്റെ മകൾ ആദ്യം പോയി, ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു പാലാണ്. ഈ പാലത്തിലൂടെ അങ്ങനെ പതുക്കെ കയറി പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് പലർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിനെതിരെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി വന്നിട്ടുണ്ട്. അതും നമ്മൾ പറഞ്ഞു. ഇതാണ് പോസ്റ്റോടെ ഉണ്ട്. ചാണ്ടിയുമ്മന് K. സുധാകരന്റെ പിന്തുണ. ചാണ്ടിയുമ്മൻ ലഭിച്ച അംഗീകാരത്തെ എതിർക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പാനലിൽ ഉൾപ്പെട്ടത് അഭിഭാഷകൻ എന്ന നിലയിൽ അംഗീകാരമാണ് എന്നാണ് പറഞ്ഞത്. ആ അംഗീകാരം വേണ്ടെന്ന് വെക്കാനും അത് തിരിച്ചു കൊടുക്കാനുമുള്ള ആരാണ് അംഗീകാരം കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ. കേന്ദ്രം ആരാണ് ഭരിക്കുന്നത്? BJP, RSS. ഇവരൊരു സാധനം മുന്നോട്ട് വെക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ അംഗീകാരം? എനിക്കതിന്റെ ആവശ്യമില്ല. പുള്ളിക്കാരന്റെ കോൺഗ്രസിൽ വളരെ സ്ട്രോങ് ആയിട്ടല്ല ഇപ്പൊ നിൽക്കുന്നത്. അതുപോലെ അതിനപ്പുറത്തേക്ക് ഇങ്ങനത്തെ അംഗീകാരത്തിന്റെ ആവശ്യം ഉണ്ടോ? പുള്ളി വേണ്ടത് പറയണം എന്നുള്ളത് നമ്മുടെ അഭിപ്രായം. കാരണം ഇങ്ങനെ ഒരു പാർട്ടി അതുകൊണ്ടാണ്. വേറെ ഏത് പാർട്ടി ആവട്ടെ, പാർട്ടി നോക്കിയിട്ടല്ല നമ്മള് ബാക്കി സംഭവങ്ങൾ പറയുന്നത്. പക്ഷെ ഇവിടെ പാർട്ടി അപ്പുറത്തേക്ക് ഇത്രയും തീവ്രമായിട്ട് അല്ലെ മതവികാരം ഇങ്ങനെ വിറ്റ് ജീവിക്കുന്ന ഒരു, അതായത് രാജ്യത്ത് എന്തൊക്കെ നടക്കുന്ന, മണിപ്പൂരിലാണെങ്കിലും പല സ്ഥലത്തും പല രീതിയിൽ കൂട്ടകൃതികളും കൊലപാതകങ്ങളും അഴിമതികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുമ്പോ അതിനെ ചെറിയൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു പാർട്ടി ഒരു സാധനം ഓഫർ ചെയ്താൽ വേണ്ടെന്ന് പറയണ്ടേ? അതല്ലേ താല്പര്യമില്ല എന്ന് പറയാം. സ്ട്രോങ് ആയിട്ട് പറയുന്നത്. നമ്മളെ കേരളത്തില് പല പഞ്ചായത്തുകളിലും BJPയുടെ വോട്ട് വെച്ചിട്ട് CPM ഭരിച്ചു, അല്ലെങ്കിൽ BJPയുടെ വോട്ട് വെച്ച് കോൺഗ്രസ് ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ വരാറുണ്ട്. പല പാർട്ടികളും അത് വോട്ട് കിട്ടിയത് അത് രാജിവെക്കാറുണ്ട് പ്രസിഡന്റ് സ്ഥാനം. അതുപോലെ ആണ് ഇതും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ പതുക്കെ ഈ പറയുന്ന RSSുമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പഴയ ഉണ്ടായിരുന്ന ഒരു ഐറ്റം, മുരളീധരൻ പറഞ്ഞ പോലെ എന്ന് മുതലാണ് ഐറ്റം തുടങ്ങിയത്. അപ്പൊ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ഇപ്പം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കണ്ടറിയണം എവിടെ പോയി അവസാനിക്കുന്നതൊക്കെയെന്ന്. കാരണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പാർട്ടി ആയിട്ട് പറയേണ്ടത് പ്രസിഡന്റാണ്, KPCC പ്രസിഡന്റ്. അതാ ഞാൻ പറഞ്ഞത്, എങ്ങനെ പാർട്ടിയായിട്ട് കാണാതിരിക്കും? ഏതോ എവിടെയുള്ളൊരു അനുഭവം പറയുന്നല്ല. ഇപ്പൊ ചാണ്ടി ഉമ്മനാണിത്, ഉമ്മൻചാണ്ടിയുടെ മകനാണ്. പുള്ളി മത്സരിച്ച് ജയിച്ച് എത്ര സ്ട്രോങ് ആയിട്ടാണ് പുള്ളി കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്. ഒരു പുതിയ തലമുറ എന്ന രീതിയിൽ നമ്മൾ വളരെ എന്താ പറയാ, ഇതിപ്പോ പാർട്ടിയും അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യൻ, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ, ഒരു നല്ല നേതാവ് എന്നുള്ള രീതിയിൽ കാണുന്ന ആളാണ്.
പുള്ളിക്കാരാണ് ഇങ്ങനെ ഒരു സാധനം സ്വീകരിച്ച അംഗീകാരം എന്ന് പറഞ്ഞ് പോണത്. ഇത് അംഗീകാരമാണെന്ന് പറഞ്ഞ് പിന്തുണക്കുന്ന ആളാരാ? അടുത്ത ആള്. അത് വി ഡി സതീശന്റെ കേസ് എന്താ? വി ഡി സതീശൻ ആരാ? അതേ പറഞ്ഞു. അപ്പൊ പാർട്ടി നമ്മളെങ്ങനെ പറയാതിരിക്കും? ഇനിയിപ്പോ അതൊക്കെ പോട്ടെ, ഷംസീറൊക്കെ പറയാൻ പാടുള്ള കാര്യമാണത്. ഏതോ ഒരു എവിടെയെങ്കിലും ഉള്ള ഒരു സെക്രട്ടറിയോ അല്ലെങ്കിൽ യൂണിറ്റ് സെക്രട്ടറിയോ യൂണിറ്റ് പ്രസിഡന്റോ അല്ല ഈ പറയുന്നതേ. പാർട്ടിയുടെ പ്രധാനപ്പെട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം അംഗീകരിക്കുന്ന ആളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പാർട്ടിനെ പറയുന്നത് നിവൃത്തിയില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വന്ന് നിമിഷങ്ങൾക്ക് പാർട്ടിനെ എതിർക്കണം. എതിർത്തിട്ടില്ല, ആരും വന്നിട്ടില്ല. സ്ട്രോങ് ആയിട്ട് പാർട്ടിക്ക് അങ്ങനെ ഇനി ഇവര് പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി എന്ന് പറയുന്ന ആരാണ്? ഇവരൊക്കെ തന്നെയാണ്. അതല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എതിർക്കട്ടെ, സ്ട്രോങ് ആയിട്ട് പറയട്ടെ, ഇത് വേണ്ട എന്ന് പറയട്ടെ. അത് പറയുന്നില്ലല്ലോ. നമ്മൾ പാർട്ടിനെ തന്നെ പറയണ്ടേ. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ പരിപാടിയൊക്കെ ആദ്യം നിർത്തി പോകണം, പറഞ്ഞ വേറെ രീതിയിലേക്ക് പോകണം. പൊളിറ്റിക്സ് ഒക്കെ ഒഴിവാക്കണം, വേറെ എന്തെങ്കിലും വല്ല സിസ്റ്റം കൊണ്ടുവരണം അവിടെയൊക്കെ. എന്നാലും ഇവരൊക്കെ പഠിക്കുള്ളൂ. ഇത് ഭരിക്കണേ, അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും. സംസ്ഥാനം ഞാൻ പറഞ്ഞത് ഇപ്പത്തെ മാത്രമല്ല പറയുന്നത്, ആര് വന്നാലും ഇപ്പൊ കാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആരാ? കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. ആര് വന്നാലും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആദ്യം എടുത്ത് ചവിട്ടി പൊളിച്ച് ഒഴിവാക്കണം. എന്നിട്ട് മനുഷ്യർ ഗുണമുള്ള രീതിയിലേക്ക് വേറെ എന്തെങ്കിലും കൊണ്ടുവന്നത്. ഇതെല്ലാവരും സ്ഥാനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭരണം, രാജ്യഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താന്നുള്ളത് കമന്റിൽ അറിയിക്കും അല്ലേ?